എന്താണ് ആദ്യം പോലെ നോക്ക്. വാടാ. എന്താടാ വല്ലായിരിക്കുന്നത്? എന്തു പറ്റി? എല്ലാം പോയടാ. മല്ലികയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർണം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. അവര് വന്ന് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു പോയി. 15 പവൻ തയ്ക്കാനായി ഞാൻ പാടുപെടുകയായിരുന്നു. നീ വിഷമിക്കാതിരിക്കെ. പറഞ്ഞ തീയതിക്ക് എന്നെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നതാ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആകെ നടക്കിടാവും. നീ ഒന്ന് സമാധാനമായിരിക്കെ. മല്ലികയുടെ വിവാഹം നടക്കും. എങ്ങനെ നടക്കുന്ന നീ പറയുന്നത്? എങ്ങനെയെങ്കിലും നടക്കും. നമുക്ക് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഉണ്ണി ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. ഈ സംഭവത്തിന് ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. എന്താന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാന്ന് തോന്നുന്നു. 1 മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അത്രേ, കോഴിക്കോട്ടേക്ക്. ആ കാര്യോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് തുറന്നു പറയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്. ഉണ്ണി പേടിക്കണ്ട, അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാനിവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്കുക. എടാ, ആ പാവം അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ? നമ്മൾ ആരും അവിടെ ചെന്നൊന്നും നോക്കിയില്ലല്ലോ. പാവ എവിടെ ഉള്ള പോലും നമ്മൾ 6 പേർക്കുള്ള വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞൂടാ. പിന്നെ എന്തോ അത്ര നോക്കാൻ. എടാ, ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം അടുത്ത് വരികയല്ലേ, നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഈ മാസം 1-2 പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അച്ഛനോട് അത് പറയാതെ കുഴപ്പമുള്ളൂ. അച്ഛൻ നമ്മളെ പിഴിയാൻ നടക്കുകയാണ്. അത് ശരിയാ. ദോരിക്കുന്ന ആളെ കണ്ട, നമ്മളെ തന്നെയാ നോക്കുന്നത്. വെള്ള ഷൂസും വെള്ള പാന്റ്. അന്ന് നമ്മൾ അവിടെ കണ്ട ആളാടാ. അയാളുടെ വയസ്സ് നോക്കിക്കടാ. ഹിന്ദിക്കാരനാടാ. ഇയാളാടാ അന്ന് ഹിന്ദിയിൽ ആരോ വഴക്ക് പറഞ്ഞു കേട്ടത്. അയാൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. എടാ, അത് തന്നെയാടാ അതിർവായി. പോയി കൈയ്യഴ. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു, സ്ഥലത്തില്ലായിരുന്നു അല്ലേ? എടാ, സെന്റ് തെരേസാസ് കോളേജിന്റെ ഹോസ്റ്റൽ അതല്ലേ? അത് അതിനപ്പുറത്താ. അതിന്റെ അപ്പുറത്താ. എല്ലാം നല്ല ഉറക്കമായിരിക്കല്ലേ?
किधर है हमारा डायमंड? മലയാളത്തിൽ പറയണോ? എവിടെടാ എന്റെ ഡയമണ്ട്? പറയടാ, പട്ടി. എവിടെ ഡയമണ്ട്? ഇല്ല, തരില്ല. എടുക്കടാ. എടുക്കാൻ. എടുക്കടാ. എടുക്കണം. കൊണ്ട് ഓടറാ, പിടിയടാ, പുറകെ ഓടറാ, പിടിയടാ, പുറകെ ഓടറാ, ഓടറാ, വെച്ച് പിടിയടാ, ഓടറാ, ഓടറാ, ഓട്, 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 ഓടറാ, ഓട്, ഓട്, അവനെ കൊന്നേ. ഇതെന്താണ്? നിസാമേ, അയ്യോ, കാലമായി എവിടെ? ഓ, വല്ല സ്വപ്നവും കണ്ടിട്ട് മനുഷ്യനെ തള്ളി താഴ്ത്തിടും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് കിടക്കരുന്നു. എടാ, ഞാനൊരു സ്വപ്നം കണ്ടടാ. എന്ത് സ്വപ്നം? കാതറുമായി നമ്മളെല്ലാം അടിച്ചിട്ട് ഡയമണ്ട്സും കൊണ്ട് കടന്നു കളഞ്ഞു. ഓ, നേരം വെളുത്തായി ഡയമണ്ട്സ് ഡയമണ്ട്സ് എന്നുള്ള ഒറ്റ ചിന്തേ ഉള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ ശ്രമിക്കുന്നു. മിണ്ടാതെ കിടന്ന് ഉറങ്ങണം. തിന്നാതെയും കുടിക്കാതെയും സ്വരുക്കൂട്ടി വെച്ചതാ. അതെടുത്തോണ്ട് പോയവന്റെ തലയിൽ ഇടുത്തി വീഴും. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയത് പോയി. കല്യാണം നടത്താനുള്ള വഴി എന്താന്ന് വെച്ചാൽ ആലോചിക്കുക. ഇനി ആ കൂടി 8-10 ദിവസമുണ്ട്. കല്യാണം വിളിക്കണം, ആഭരണങ്ങൾ ഉണ്ടാക്കണം. നിന്റെ മോൻ ഇപ്പോഴും കളിച്ചു നടക്കല്ലേ? പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവൻ ഓടി നടക്കുക. എന്ത് ധൈര്യം കണ്ടിട്ടാണെന്ന് ഈശ്വരന് മാത്രം അറിയാം. ആ, ദാ വരുന്നുണ്ടല്ലോ. അമ്മാവനെപ്പോ ആ, കുറെ നേരമായി. നീ ഇങ്ങനെ തമാശം കാണിച്ച് നാട്ടുകാരെ ചിരിപ്പിച്ച് നടന്നാ മതിയോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും കാലും പിടിക്കാൻ. കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും ഉണ്ട്. എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല. ആ മോളെ, എന്നതാ ഇത്? നിനക്ക് ഉറങ്ങാറായില്ലയോ? ആ പിന്നെ നാളെ നിന്നെ കാണാൻ എന്റെ ആള് വരുന്നുണ്ട്. വലിയ ഫാമിലിയാ, വെട്ടുകാട്ടി കുടുംബം. കാനഡയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. 1 മാസത്തെ ലീവേ ഉള്ളൂ. അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ചെയ്യാൻ പോവാ? മണത്തി ചേരാൻ പോണാ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എനിക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. എടാ ഫെഡറിക്കേ, നിങ്ങളിങ്ങ് വന്നേടാ. എന്നാ പച്ചാ? എടാ, നിന്റെ പെങ്ങള് പറയണ കേട്ടില്ലേ? അവക്കിപ്പോഴേ കല്യാണം വേണ്ടാന്ന്. നിന്റെ കല്യാണം എപ്പോ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കണ്ട അമ്പലപ്പറമ്പി മിമിക്രിയും കാണിച്ചിടക്കുന്ന തെണ്ടിയെ കെട്ടാമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം അത് നടക്കുകയല്ല. നീ എന്നതാടായി പറയണേ? എന്റെ മോൾ അതൊക്കെ എന്നേ മറന്നു ഇല്ലയോ? നമ്മുടെ കുടുംബത്തിന് യോജിച്ചൊരു വിവാഹത്തിനെ എന്റെ മോള് സമ്മതിക്കൂ ഇല്ലയോ മോളെ? ആ, മോള് പോയി കിടന്നു. ചെല്ല് മോളെ. അപ്പച്ചൻ എന്നതായി പറയുന്നേ? ഇവളുടെ നേരവും കാലവും നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയല്ല. എടാ, ഒരു കൊലയാളിയുടെ മിടുക്ക് കൊല ചെയ്യുന്നതിലല്ല, അത് ഒളിപ്പിക്കുന്നതില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടുത്തിയാട്ട് നല്ലതല്ല എന്ന്. നിന്റെയൊക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും. സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ആ ചെല്ലേ, പിള്ളേച്ചന്റെ പലിശ കണക്ക് നോക്കി പോയി. ചെല്ലേ പോ.